പ്രൈസ് ബി ടു ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബ്ലസ്സഡ് വെർജിൻ മേരി. വെൽക്കം ബാക്ക് ടു കാത്തലിക് വകബി. നമ്മളിന്ന് കാണാൻ പോകുന്നത് വാഴ്ത്തപ്പെട്ട ആൻ കാതർ ലഭിച്ച വിഷൻസിൽ ഈശോയ്ക്ക് വേണ്ടിയിട്ട് രക്തസാക്ഷികളായിട്ടുള്ള ആ കുഞ്ഞുങ്ങളുടെ സംഭവത്തെ പറ്റിയിട്ട് ആൻ കാതറും പറയുന്നുണ്ട്. വളരെ വേദനാജനകമായൊരു സംഭവമാണ്. അപ്പോൾ അതിലേക്ക് വരുന്നതിന് മുൻപ് ആസ് യൂഷ്വൽ ലെറ്റ് us begin with a prayer. Pater noster, qui es in celis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in cielo et in terra. Panem nostrum quotidianum da nobis hodie, et dimitte nobis debita nostra, sicut et nos dimittimus debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. Amen. അന്ന് ഹെറോദേസ് 2 അതിൽ താഴെയും വയസ്സുള്ള അനേകം കുഞ്ഞുങ്ങളെ കൊന്നു. ആൻ കാതർ പറയുന്ന പ്രകാരമാണ് ഹെറോദേസ് തൻ്റെ സൈനികരെ വിന്യസിക്കുകയും ഉദ്യോഗസ്ഥർ വഴി ബത്ലഹേം, ഗിൽഹാൽ, ഹെബ്രോൺ എന്നീ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം വിളംബരം ചെയ്തു. 2 അതിൽ താഴെയുള്ള കുഞ്ഞുങ്ങളുള്ള അമ്മമാരും കുഞ്ഞുങ്ങളും കൊട്ടാരത്തിലോട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പാവങ്ങൾ, ഇവർക്ക് ഈ സംഭവമൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ ഇവർ എന്തോ റിവാർഡ് രാജാവ് തരാൻ പോവുകയാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഇവർ പോകുന്നത്. ഭർത്താക്കന്മാരോടൊപ്പമാണ് ഇവർ യാത്ര ചെയ്തു വരുന്നത്. ചിലരൊക്കെ മൃഗങ്ങളുടെ പുറത്ത് 1ഉം 2ഉം മക്കളൊക്കെ ആയിട്ട് യാത്ര ചെയ്ത് ഇവരിങ്ങനെ കൊട്ടാരത്തിലോട്ട് വരികയാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ ഭർത്താക്കന്മാരെ പടയാളികൾ തിരിച്ചയച്ചു. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിങ്ങനെ വരികയാണ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ സ്ഥലം എത്തിക്കഴിഞ്ഞപ്പോൾ സൈനികരെന്ത് ചെയ്തു? ഇവരുടെ ഭർത്താക്കന്മാരെ തിരിച്ചയച്ചു. പിന്നീട് അമ്മമാരെ ഈ സ്ഥലത്തെത്തി കഴിഞ്ഞപ്പോൾ ഒരുപാട് കെട്ടിടങ്ങളുണ്ട്. അപ്പോൾ 2 വശങ്ങളിലുള്ള കെട്ടിടങ്ങളിലേക്ക് അമ്മമാരെ അവർ കൊണ്ടുപോയി. അതൊരു ജയിൽ പോലുള്ള സ്ഥലമാണ്. അവരെ അവിടെ പൂട്ടിയിട്ടു. കുഞ്ഞുങ്ങളുമുണ്ട്. ഇങ്ങനെ പൂട്ടിയിട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് സംശയം വരാൻ തുടങ്ങി. റിവാർഡ് തരാനാണെങ്കിൽ ഇങ്ങനെ പൂട്ടിയിടേണ്ട ആവശ്യമില്ലല്ലോ എന്ന്. ഒരു ജനാലയിൽ നിന്നും ഹെറോദേസ് ഇതെല്ലാം നോക്കി കാണുന്നതായിട്ട് ആൻ കാതറിൻ ശ്രദ്ധിക്കുകയാണ്. അങ്ങനെ അമ്മമാരെ ഓരോരുത്തരായി കുഞ്ഞുങ്ങളോടൊപ്പം വിധിശാലയ്ക്ക് താഴെയുള്ള ഹാളിലേക്ക് സൈനികരെ വിളിച്ചു. ഈ അമ്മമാർ കുഞ്ഞുങ്ങളായിട്ട് ഹാളിൽ പ്രവേശിച്ച ഉടനെ സൈനികർ കുഞ്ഞുങ്ങളെ പിടിച്ചു വാങ്ങി മുറ്റത്തേട്ട് കൊണ്ടുപോയി. പിന്നെ കുഞ്ഞുങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നതെന്ന് ഈ അമ്മമാർ കാണുന്നില്ല. ഇങ്ങനെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിട്ട് ഈ സൈനികർ ചെയ്യുന്നത്, ഏകദേശം 20ഓളം ആളുകൾ കുന്തവും വാളുകളുമായിട്ട് അവിടെ റെഡിയായി നിൽപ്പുണ്ട്. ഓരോ അമ്മമാരെ വിളിക്കുന്നു, അവരുടെ കയ്യിൽ നിന്ന് കുഞ്ഞുങ്ങളെ പിടിച്ചു വാങ്ങിക്കുന്നു, അമ്മമാരെ കൊണ്ടുപോകുന്നു. എന്നിട്ട് ഈ ഓരോ കുഞ്ഞുങ്ങളുടെയും തൊണ്ടയിലും ഹൃദയത്തിലും ഇവരെ കുത്തിക്കയറ്റി കൊല്ലുകയാണ്. അതിൽ പലതും മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളായിരുന്നു. ചിലർ നടക്കാൻ സാധിക്കുന്ന കുഞ്ഞുങ്ങളായിരുന്നു. വസ്ത്രം പോലും മാറ്റാതെ സൈനികർ അവരെ കുത്തിക്കൊന്നു എന്ന് ആൻ കാതർ പറയുകയാണ്. വളരെ വേദനാജനകമായ സംഭവം. എന്നിട്ട് ഈ മരിച്ച കുഞ്ഞുങ്ങളെ, ഈ കൊല ചെയ്ത കുഞ്ഞുങ്ങളെ കൈകാലുകൾ പിടിച്ച് അവർ ഒരു കൂമ്പാരമാക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഒരു കൂമ്പാരം പോലെ. ആൻ കാതർ പറയുന്നു, അതിഭയാനകമായ കാഴ്ചയായിരുന്നു അത്, അതിഭയാനകം. എന്നിട്ട് അമ്മമാരെ ഓരോരുത്തരായിട്ട് ഈ സൈനികർ തിരികെ വലിയ ഹാളിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ആ രാത്രി മുഴുവനും ഇവരെ ചങ്ങലക്കിട്ടു. എന്നിട്ട് സൈനികർ പോയി. അപ്പോൾ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സംഭവിച്ചത് അറിഞ്ഞ് ഈ അമ്മമാർ അലറി നിലവിളിക്കുകയും തങ്ങളുടെ മുടികൾ പിടിച്ച് വലിക്കുകയും പരസ്പരം കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുകയും ചെയ്തു. വൈകുന്നേരം വരെ ഈ കൊലപാതകം നീണ്ടു നിന്നു എന്ന് പറയുന്നു. എന്നിട്ട് ഈ കൂമ്പാരം പോലെ കിടക്കുന്ന ഈ മൃതശരീരങ്ങൾ പിന്നീട് വലിയൊരു കുഴിയിൽ അവർ ഒന്നിച്ച് അടക്കി. അങ്ങനെ ഇതിന് സമാനമായ സംഭവങ്ങൾ മറ്റ് സ്ഥലങ്ങളിലും നടന്നു എന്ന് ആൻ കാതറിൻ പറയുന്നുണ്ട്. ഇതുപോലെ മറ്റ് സ്ഥലങ്ങളിൽ നടന്നു. അതെന്താണെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ ആൻ കാതറിൻ കാണുന്നത് ഏകദേശം 700 707 അല്ലെങ്കിൽ 717 കുഞ്ഞുങ്ങൾ ആൻ കാതറിൻ കാണുന്ന സമയത്ത് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മറ്റു സ്ഥലങ്ങളിൽ നടന്നു എന്ന് പറയുമ്പോൾ അതിനെ കണക്കില്ല. എന്നാൽ ഓർത്തഡോക്സ് പാരമ്പര്യം അനുസരിച്ചിട്ട് 14,000 കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ പറയുന്ന ഈ ജെറുസലേമിൽ ഈ സ്ഥലം പിൽക്കാലത്ത് വിധിശാലയായി മാറി. ക്രിസ്തുവിൻ്റെ മരണസമയത്ത് പീലാത്തോസിൻ്റെ അരമനയ്ക്ക് അടുത്തായിരുന്നു ഇത്. ക്രിസ്തുവിൻ്റെ മരണസമയത്ത്
ആ കുഴി തകരുന്നത് ഞാൻ കണ്ടു. ആ കുഞ്ഞുങ്ങളുടെ ആത്മാക്കൾ ആ സ്ഥലം വിട്ടുപോയി. അങ്ങനെ ഒരു ആത്മീയ ദർശനവും ആത്മീയമായിട്ടുള്ളൊരു കാര്യം എനിക്ക് അതിനും കണ്ടു. ഈ കുഞ്ഞുങ്ങളെ കൂട്ടിയിട്ടിരുന്ന സ്ഥലത്തു നിന്നും ഈ കുഞ്ഞുങ്ങളുടെ ആത്മാക്കൾ ദൈവസന്നിധിയിലേക്ക് പോകുന്നതായിട്ട്, ക്രിസ്തുവിൻ്റെ കുരിശുമരണ സമയം പോകുന്നതായിട്ട് ഈ ആൻ കാതറിൻ കണ്ടു എന്ന് പറയുന്നുണ്ട്. ഇതേ സമയത്താണ് സ്നാപയോഹന്നാനും ജനിക്കുന്നത്. അപ്പോൾ സ്നാപയോഹന്നാനും ഏകദേശം ഇതേ പ്രായമാണ്. യേശുവിനേക്കാളും 6 മാസം മൂത്തതാണ് സ്നാപയോഹന്നാൻ. അപ്പോൾ സ്നാപയോഹന്നാൻ എന്തുകൊണ്ട് മരുഭൂമിയിലെത്തിയെന്ന് എനിക്ക് മനസ്സിലാവുന്നത് ഇതായിരിക്കാം കാരണം. ആൻ കാതറിൻ പറയുന്നത് പ്രകാരമാണ്, എലിസബത്ത് സ്നാപയോഹന്നാൻ്റെ അമ്മ തൻ്റെ മകനുമായിട്ട് മരുഭൂമിയിലേക്ക് ഓടിപ്പോയി ഈ വിവരം അറിഞ്ഞിട്ട്. അവിടെ ഒരു ഗുഹ കണ്ടെത്തുകയും 40 ദിവസം അവിടെ കഴിയുകയും ചെയ്തു. പിന്നീട് ഹോറബ് മലയിലെ ഒരു സന്യാസിയും അന്നാ പ്രവാചകിയുടെ ബന്ധുവുമായ ഒരാൾ യോഹന്നാന് ആഹാരം എത്തിച്ചു കൊടുത്തു. ഹെറോദേസിൻ്റെ പീഡനത്തിന് മുൻപ് അവനെ മാതാപിതാക്കളുടെ വീടിന് സമീപം ഒളിപ്പിക്കാമായിരുന്നു. പക്ഷേ അവരെന്ത് ചെയ്തു? ദൈവപ്രേരണയാൽ അവർ മരുഭൂമിയിലേക്കാണ് പോയത്. മനുഷ്യരിൽ നകന്ന് ഏകാന്തതയിൽ വളരാനായിരുന്നു അവൻ്റെ നിയോഗം. അങ്ങനെ മരുഭൂമിയിലെ ചില പഴങ്ങളും തേനും മറ്റും കഴിച്ചാണ് സ്നാപയോഹന്നാൻ വളർന്നതെന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കാം സ്നാപയോഹന്നാനെ പറ്റി അങ്ങനെ പറയുന്നത്. സ്നാപയോഹന്നാൻ ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രങ്ങളും ഈ പ്രത്യേക രീതിയിലുള്ള ഭക്ഷണങ്ങളുമാണ് കഴിച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതായിരിക്കാം. മറ്റൊന്ന് പറയുന്നുണ്ട്, ഞാൻ അന്ന് പറഞ്ഞ യഹൂദ മതത്തിലെ എസ്തേനസ് എന്ന് പറയുന്ന വിഭാഗം കുറച്ചുകൂടെ ട്രഡീഷണലാണ്, സ്ട്രിക്റ്റാണ് അവർ. അപ്പോൾ അങ്ങനെ ഒരു സെപ്പറേറ്റ് ആയിട്ട് ഈ മരുഭൂമിയിലൊക്കെയാണ് അവർ താമസിച്ചിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ കൂട്ടക്കൊല നടന്നു എന്നുള്ളത് ഒരു മാലാഖ വന്ന് ഔസേപ്പിതാവിനെയും മാതാവിനെയും അറിയിച്ചു. ഈശോയ്ക്ക് അപ്പോൾ ആൻ കാതറിൻ പറയണത് 1.5 വയസ്സോളമായി ഈശോയ്ക്ക്. അപ്പോൾ ആ ഒരു കണക്കിലാണല്ലോ ഹെറോദേസ് കുഞ്ഞുങ്ങളെ കൊല്ലുന്നത്. രാജാക്കന്മാർ വന്ന സമയവും അവർ യേശുവിനെ കാണാൻ പോയതും തിരിച്ചു വരാത്തതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് യേശുവിന് ഏകദേശം 2 വയസ്സ് പ്രായമായിരിക്കാം എന്ന് കരുതിയിട്ടാണ് 2 അതിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ അവർ ഇപ്രകാരം ക്രൂരമായിട്ട് അവർ വധിച്ചത്. അപ്പോൾ ഈശോയ്ക്ക് അപ്പോൾ 1.5 വയസ്സായിരുന്നു എന്ന് ആൻ കാതറിൻ പറയുന്നു. അപ്പോൾ ഈ മാലാഖ വഴി ഔസേപ്പിതാവും മാതാവും ഇതറിഞ്ഞു. അവർ വളരെ അധികം ദുഃഖിതരായി. ഇത് ഈശോ കേട്ടു. ഈശോ ആ ദിവസം മുഴുവനും ഉണ്ണീശോ കരഞ്ഞുകൊണ്ടിരുന്നു എന്ന് പറയുന്നു. ഈശോയ്ക്ക് നടക്കുന്ന പ്രായമായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഇത് കേട്ടിട്ട് ആ ദിവസം മുഴുവൻ ഈശോ കരച്ചിലായിരുന്നു എന്നാണ് വാഴ്ത്തപ്പെട്ട ആൻ കാതറിൻ പറയുന്നത്. അന്ന് ഹെറോദേസ് ചെയ്തത് മറ്റുള്ളവരുടെ കുഞ്ഞുങ്ങളെയാണ് അദ്ദേഹം കൊന്നത്. ഇന്ന് സ്വന്തം മാതാപിതാക്കൾ സ്വന്തം കുഞ്ഞുങ്ങളെ ഉദരത്തിൽ വെച്ച് കൊല്ലുന്നുണ്ട്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഇന്നലെ പോലും ഒരാൾ എന്നെ വിളിച്ച് സംസാരിക്കുമ്പോൾ പറഞ്ഞത് അവരുടെ സ്വന്തം അമ്മ 5 കുഞ്ഞുങ്ങളെ കൊന്നിട്ടുണ്ടെന്നോ. ഞാൻ ചോദിച്ചു, ഇപ്പം അവർക്ക് പാവത്തെപ്പറ്റി ബോധമുണ്ടോ? ഇല്ല, അത് തെറ്റാണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. 5 കുഞ്ഞുങ്ങളെ ഉദരത്തിൽ വെച്ച് കൊന്നിട്ടുണ്ട് എന്ന്. അപ്പോൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളാണ്. ആ പ്രശ്നം പറയാൻ എന്നെ വിളിച്ചു. അപ്പോൾ എന്നെ വിളിച്ചപ്പോഴേ എനിക്കൊരു തോന്നലുണ്ടായി, ഇത് ഒന്നെങ്കിൽ ഇദ്ദേഹമോ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടാവും. എന്നെ വിളിക്കുന്ന ഒരു 99% ആൾക്കാർ ഇങ്ങനെ ചെയ്തിട്ടുള്ള ആളുകളാണ്. അപ്പോൾ നോക്കും, ഇദ്ദേഹത്തിൻ്റെ ലൈഫിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ അമ്മയും 5 കുഞ്ഞുങ്ങളെ കൊന്നിട്ടുണ്ട്. ജീവിതത്തിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള ക്രൂരതകൾ നമ്മൾ ചെയ്യരുത്. ചെയ്തു പോയവരെ ആത്മാർത്ഥമായിട്ട് അനുദപിച്ച് ഈശോയുടെ അടുക്കിലോട്ട് തിരിച്ചു വരിക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ പരിശുദ്ധ നമ്മുടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. Ave Maria, gracia plena, Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus. Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostrae. Amen. Viva Christore.